അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, ഇണ്ട് പണ്ട് ജാവ് പരിശുദ്ധമായ ശ്രേഷ്ഠമായിട്ടുള്ള മുഹറം 10 ആശൂറയുടെ ജാവായിട്ടിക്കടെ 4 ആശൂറയുടെ പോലുമായിട്ടിക്കടെ ഈ ആശൂറയുടെ 4 ഈ ഒരു ജണ്ട് നിങ്ങൾ ആയത്ത് ഓതിരാണ്ടെങ്കിൽ വർഷപൂർത്തി നിങ്ങൾക്ക് വലിയ കാവലായിട്ടിക്കടെ ഒരു സിഹർ നിങ്ങൾക്ക് തട്ടല, ഒരു കണ്ണ് ദൃഷ്ടി നിങ്ങൾക്ക് പൂലല, ഒരു ഭേണ്ടാത്ത രൂപത്തുള്ള മൗത്ത് നിങ്ങൾക്ക് പറല, എല്ലാ വിപത്തിൽ നിന്നിട്ട് വലിയ കാവൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിട്ടിക്കടെ. അപ്പോൾ ആ ഒരു ജണ്ട് ആയത്ത് ഏതുണ്ട് നിങ്ങൾ നോക്കുക. പരിശുദ്ധമായ അള്ളാഹുടെ തിങ്ങളുടെ അറിയപ്പെട്ട് മുഹറം തിങ്ങൾ തുടങ്ങിയിട്ടിതാ ഞങ്ങൾ എല്ലാവരും കാത്തോണ്ടില്ല, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടില്ല, വലിയ മഹത്വമില്ല, ദുആക്ക് ഇജാബത്തുള്ള കണിക്കത്തെ, ചൊമ്മ നബിമാർക്ക് വിജയം കിട്ടിയ കണിക്കത്തെ, രക്ഷണ കിട്ടിയ കണിക്കത്തെ, തൗബാ സ്വീകരിച്ച കണിക്കത്തെ, ഇങ്ങനെ ചൊമ്മ മഹത്വമില്ല പഠിച്ചോണോ ചൊമ്മ വിഷയത്തെ പടക്കോവേനായിട്ട് തെരഞ്ഞെടുത്ത കണിക്കത്തെ പരിശുദ്ധമായ ആശൂറ 4 ടിക്കറ്റ് വന്നുകൊണ്ടുള്ള ഒരു നിലക്കും ഞങ്ങൾ മിസ്സാക്കുക തീറ. ഞങ്ങൾ എന്തൊരു ബേജാറുണ്ട, എന്തൊരു ടെൻഷനുണ്ട, എന്തൊരു കഷ്ടമുണ്ട, എല്ലാത്തും പരിഹാരം കിട്ടുക എനിക്കത്തെ. ഞങ്ങൾ എന്തൊരു കാര്യങ്ങളാവണ എല്ലാ കാര്യവും പൂർത്തിയാവണം എനിക്കത്തെ ഒരു 4 ടിക്കറ്റ്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ 4 ബഹുമാനിച്ചിട്ട് എടുക്കണായി ഇബാദത്തെടുക്കുക, ചൊല്ലുണായ ദിക്റുങ്ങ ചൊല്ല, ഖുർആൻ ഓത, പ്രത്യേകിച്ച് നോമ്പ് ഒരു വർഷത്തെ ദോഷങ്ങളായിട്ടിക്കടെ പൊറുക്കപ്പെട്ടത് 60 വർഷം ഇബാദത്തെടുത്ത പ്രതിഫലമായിട്ടിക്കടെ ഒരു നോമ്പ് കൊല്ലത്. അതുകൊണ്ട് നോമ്പുടെ വിഷയത്തിൽ നല്ലോണം ഞങ്ങൾ ശ്രദ്ധിക്കുക. പഠിച്ചോൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ ഒട്ടിಗೆ പരിശുദ്ധമായിട്ടുള്ള മുഹറം 10 ആശൂറയുടെ 4 ഞങ്ങൾ എല്ലാവരും ഓതുനായ ഗണിക്കത്ത ഒരു ജണ്ട് ആയത്തുണ്ട്. ഈ ഒരു ജണ്ട് ആയത്തിലെ പവർ മാത്രം നിങ്ങൾ കേട്ടേണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഈ ഒരു ജണ്ട് ആയത്ത് ഓതാത്ത ഒരു 4 പോലും നിങ്ങൾ ലൈഫിൽ ഉണ്ടാവല. മഹാന്മാർ ചൊന്നാറ് ഇതിന്റെ പവർ, ഇതിന്റെ മഹത്വ, ഇതിന്റെ അദ്ഭുതമായിട്ടുള്ള ഫല ഒരാൾ അറിഞ്ഞിത്തിന് കണ്ടെങ്കിൽ ഇത് ഓതുക, ഈ ഒരു ജണ്ട് ആയത്ത് ഓതുക വേനായിട്ട് അയാൾ ജീവിക്കുണ്ടായിട്ടിക്കടെ. അത്ര പവർഫുള്ളായിട്ടുള്ള എനിക്കത്തെ ജണ്ട് ആയത്തായിട്ടിക്കടെ. ഈ ജണ്ട് ആയത്ത് നമുക്ക് എല്ലാവരും ഗൊന്തുള്ളതായിട്ടിക്കടെ. ശുദ്ധമായിട്ടുള്ള സൂറത്തു തോബടെ ആ ലാസ്റ്റ് ജണ്ട് ആയത്ത്, ഇതിന്റെ മഹത്വ, ഇതിന്റെ പവർ ഞങ്ങൾ ചൊമ്മത്താൽമാറോ ഗൊന്തില്ല. അപ്പൊ അതിന്റെ മഹത്വം എന്തെല്ലാമായിട്ടിക്കടെ ഞങ്ങൾ നോക്കുക. ഈ ഒരു ജണ്ട് ആയത്തിന് അർത്ഥം ഞങ്ങൾ പഠിക്കണോ, ഇത് ചൊല്ലണ എനിക്കത്തെ ടൈമങ്ങ റൂപ്പങ്ങ ഇതെല്ലാം ഞങ്ങൾ പഠിച്ചാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ലൈഫിൽ വലിയ കാവലായിട്ടിക്കടെ ഞങ്ങൾക്ക് എല്ലാവരും കിട്ടിയത്. ഒന്നാമതായിട്ട് പരിശുദ്ധമായിട്ടുള്ള മുഹറം 10 ആശൂറയുടെ 4 ഈ ഒരു ജണ്ട് ആയത്ത് ആരെങ്കിലും 1000 വട്ട ഓതിരാണ്ട് കണ്ടെങ്കിൽ വർഷപൂർത്തി ഒരു സിഹിർ അവനക്ക് ഉണ്ടാവല, ഒരു സിഹിർ അവനക്ക് തട്ടല, ഒരു കണ്ണ് ദൃഷ്ടി അവനക്ക് പോലല, വേണ്ടാത്ത രൂപത്തിലൊരു മരണ അവനക്ക് പറല, എല്ലാ വിപത്തിൽ നിന്നിട്ട് വലിയ കാവല് കിട്ടുണ്ടായിരിക്കട്ടെ. ഇനിയിപ്പോൾ 1000 വട്ട ഓതുക ആവില്ലാണ്ട് കണ്ടെങ്കിലും ഒരു 100 വട്ടെങ്കിലും ഈ ഒരു സൂറത്തു തൗബലുള്ള എനിക്കത്തെ ആ ഒരു ജണ്ട് ആയത്ത് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായിട്ടുള്ള ആശൂറ 4 ഓത. രണ്ടാമത്തെ ഒരു പവർ എന്തെങ്കിൽ ഒരാൾ എല്ലാ നാളും സുബഹി നിസ്കരിച്ചിട്ട് ഒരു 7 വട്ട, മഗ്രിബ് നിസ്കരിച്ചിട്ട് ഒരു 7 വട്ട, ഇങ്ങനെ എല്ലാ നാളും ഓതറാണ്ട് കണ്ടെങ്കിൽ അമിന മിൻകുല്ലി മക്രൂ, അവന് ഇഷ്ടപ്പെടാത്ത, അവന് വെറുക്കിട പോലത്തെ ഒരു വിഷയം 54 അവനക്ക് പറല, വേണ്ടാത്ത രൂപത്തിൽ എനിക്കത്തെ രോഗങ്ങ, അതല്ലെങ്കിൽ 4 മുന്നോല് ഇസ്സത്ത് നഷ്ടപ്പെട്ട് എനിക്കത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെട്ട് എനിക്കത്തൊരു അവസ്ഥ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റ് പണ്ട് എനിക്കത്തൊരു അവസ്ഥ, ഇത് ഏതും അവനക്ക് 54 ഉണ്ടാവല. വലിയ കാവലായിട്ടിക്കടെ അവന് കിട്ടേണ്ട മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പാടി തണ്ടാൽ. രണ്ടാമത്തത് ഒരാൾ യാത്ര പോകേണ്ട സമയത്തിൽ, അത് ചിലപ്പോൾ ടൂറ് പോകേണ്ടതാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിന് പോകണ്ടോ, സ്വരത്തുക്ക് പോകണ്ടോ, ബിസിനസ്സുക്ക് പോകണ്ടോ, അതല്ലെങ്കിൽ സിയാറത്തുക്ക് പോകണ്ടോ, ഉംറത്തുക്ക് പോകണ്ടോ, ഇങ്ങനെ ഏത് വിഷയത്തും ഔത്ര പുറത്തു പോകേണ്ട സമയത്തിൽ ഈ ഒരു ജണ്ട് ആയത്ത് ഓതിട്ട് പോയിട്ടുണ്ട് കണ്ടെങ്കിൽ യാ അള്ളാ വലിയ കാവലായിട്ടിക്കടെ. ഒരു നിലക്കുള്ള ആക്സിഡൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് 54 അവനക്ക് ബറല, പ്രത്യേകമായിട്ടുള്ള കാവൽ അവനക്ക് കിട്ടുണ്ടായിട്ടിക്കടെ. പ്രത്യേകിച്ച് നാ ചൊല്ലുകൊണ്ട് ഞങ്ങളെ മക്കങ്ങ അങ്ങ് സ്കൂളുകളിൽ പോകേണ്ട സമയത്തിൽ ഈ ഒരു ജണ്ട് ആയത്ത് ഓതിട്ട് അങ്ങനെ ഒന്ന് തലയുടെ മേലൊന്ന് ഊതിവിടുക, അതല്ലെങ്കിൽ വലിയ മക്കളുണ്ടായെങ്കിൽ അങ്ങനെ ഈ ഒരു ജണ്ട് ആയത്തൊന്ന് ഓതുക ചൊല്ല, വലിയ കാവലായിട്ടിക്കടെ. ഞങ്ങൾ ആ മക്കളെ വിഷയത്തിൽ അങ്ങ് തെരുവ് തപ്രാ ചൊല്ല എനിക്കത്തെ യാതൊരു ടെൻഷനും ഞങ്ങൾക്ക് വേണ്ട, വലിയ കാവലായിട്ടിക്കടെ ഞങ്ങൾക്ക് കിട്ടത്. അതേപോലെ നാലാമത്തത് ഒരാൾ വെള്ളിയാസരൻ്റെ സുബഹി നിസ്കരിച്ചു, പിന്നെ ഒരു 3 വട്ട എല്ലാ വെള്ളിയാസയും ഒരു 3 വട്ട സുബഹി നിസ്കാരത്തിൽ, പിന്നെ മഗ്രിബ് നിസ്കാരത്തിൽ, പിന്നെ ഇങ്ങനെ 3 വട്ട ഇങ്ങനെ ഊതുകൊണ്ട് കണ്ടെങ്കിൽ ആ ഒരു വാരത്തിൽ ഇനൊരു വെള്ളിയാസ ബണ്ടെടുത്തോലെ അയാൾക്ക് ഒരു സിഹിർ തട്ടല, ഒരു കണ്ണിട ദൃഷ്ടി പോലെ, അല്ലെങ്കിൽ ആൽമാരെ നഞ്ച് ഇങ്ങനത്തേതോ അയാൾക്ക് സംഭവിക്കല, അതല്ലെങ്കിൽ അയാൾക്ക് ഈ കൊതി തട്ടേന്ന് ചൊല്ലാർ, ഇങ്ങനത്തെ ഒരു വിഷയം അയാൾക്ക് ഉണ്ടാവലായിട്ടിരിക്കട്ടെ. അതേപോലെ 5ാമത്തത് ഈ ഒരു ജണ്ട് ആയത്ത് ഓതിട്ട് ദ്വാർക്കാണ്ട്
ഓതാണെങ്കിൽ കാണുന്നത് ഈ ആയത്തിൽ ഇസ്മുൽ ആളം ഉണ്ടോണ്ടായിരിക്കട്ടെ മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാടി തണ്ടത്. അപ്പോൾ ഈ ഒരു ജണ്ട ആയത്ത് ഓതിട്ട് പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ എന്തൊരു അകത്യമുണ്ട് മാപ്പിള്ള സ്വർത്ത വിഷയത്തിൽ, ബിസിനസ്സിലെ വിഷയത്തിൽ, മക്കളെ വിഷയത്തിൽ, അകായിട്ടുള്ള അകാവണം ചൊല്ലി എനിക്കത്തെ വിഷയത്തിൽ, കട തീരണം ചൊല്ലി എനിക്കത്തെ വിഷയത്തിൽ നീയത്താക്കിയിട്ട് ഈ ആയത്ത് ഇങ്ങനെ നിങ്ങൾ ഓതിറാണ്ട് കണ്ടെങ്കിൽ ആ കാര്യം പെട്ടെന്ന് വേഗത്തിൽ പൂർത്തിയാവണോട്ടായിരിക്കട്ടെ. അതേപോലെ ആറാമത്തെ ഒരു വിഷയം ചൊല്ലത് ഈ ഒരു ആയത്ത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഓതിരണോ പഠിച്ചോണക്ക് ചൊമ്മ മുട്ടാവിടെ മാത്രമല്ല പഠിച്ചുകൊണ്ട് ഒരു ചങ്ങായിയായിട്ട് ഒരു ഖലീലായിട്ടാണ് തീരാനായിട്ടിരിക്കട്ടെ മഹാന്മാർ നിങ്ങൾക്ക് ചുന്തേണ്ടത്. ഏഴാമത്തെ വന്നത് ഖലാഉൽ ഹാജത്ത്, ഏത് ആവശ്യവും ഇതിൽ പൂർത്തിയാവണോട്ടായിരിക്കട്ടെ. എട്ടാമത്തത് സുബഹി നിസ്കാരത്തിൽ പിന്നെ എല്ലാ നാളും ഈ ഒരു ആയത്തിൽ പിറുസ വെച്ചിട്ട് ഓതിരോണ്ട വിഷയത്തിൽ മഹാന്മാർ ചൊന്ന് ഇങ്ങനെ ആയിട്ടിക്കട്ടെ ഫലാ യമൂതു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്നാത്ത്, നാളെ മരിക്കുമ്പോൾ സ്വർഗത്തിൽ അവൻ്റെ സ്ഥാനം, അവൻ്റെ ആ ജാഗ, അവൻ്റെ അകലെ കണ്ടിട്ടായിട്ടിക്കട്ടെ അവന് മരിക്കടേട്ട് മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാടി തണ്ടത്. എത്ര വലിയ പവറായിട്ടിക്കരുത് ആ മരിക്കട സമയത്ത് അതെടുത്ത് എന്തൊരു ഈമാൻ സലാമത്താവുണ്ടായിട്ടിക്കട്ടെ. ഈ ഒരു ആയത്തിലെ എല്ലാ നാളും സുബഹി നിസ്കാരത്തിൽ പിന്നെ ഓതിരാളുക പഠിച്ചുകൊണ്ട് കൊടുക്കട്ടെ എനിക്കെത്തെ ആ ഒരു വലിയ തൗഫീഖ് ചൊല്ലത്. അതേപോലെ ഒലിമാമത്ത് വന്നു വറങ്ങട സമയത്തിൽ ഈ ഒരു ജണ്ട് ആയത്തിങ്ങനെ ഓതിയിട്ട് ഒരാൾ വറങ്ങടേണ്ടി കണ്ടെങ്കിൽ ആ വറക്കിൽ മരിക്കട എനിക്കെത്ത അവസ്ഥ, അതല്ലെങ്കിൽ ആ വറക്കിൽ വേണ്ടാത്ത കിനാവ് കാണേണ്ടത്, ഇങ്ങനത്തെ ഒരു വിഷയം അയാൾക്ക് ഉണ്ടാവലാണ്ടായിട്ടിക്കട്ടെ. പത്താമത്തത് മക്കയില്ലാത്ത എനിക്കെത്തെ ചൊമ്മ ഫാമിലിങ്ങ ഉള്ളാർ എപ്പോഴും നിങ്ങളെ കമൻറ്റ് ബോക്സ് എടുത്തതിന് കണ്ടെങ്കിൽ കാണേണ്ടത് മക്കയില്ല ഉസ്താദ് ദ്വാർക്കൊണ്ട് വലിയ ബേജാർ മങ്ങിലായിട്ട് 5 വർഷമായിട്ട് 10 വർഷമായിട്ട് 15 വർഷമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ബേജാർ ചൊല്ലുക. ഈ ഒരു ആയത്ത് പിറുസ വെച്ചിട്ട് ഇങ്ങനെ ഓദ്രാണ് കണ്ടെങ്കിൽ പഠിച്ചുകൊണ്ട് നല്ല സ്വാലിഹായ മക്കളെ കൊടുക്കുവാണ്ടായിരിക്കട്ടെ. പൂണൊന്നാമത്തത് ഒരു മങ്ങിലായിട്ട് ഒരു പെണ്ണ് അവൾ മാപ്പില്ലൗത്ത് കിടക്കുമ്പോഴത്തേക്കോ ഈ ഒരു ജണ്ട് ആയത്ത് ഓതിട്ട് അവൾ ആ മാപ്പില്ലൗത്ത് കിടക്കണമെന്ന് കണ്ടെങ്കിൽ ആ ഔത്തിൽ വലിയ സമാധാനം, ഒരു മാമിമാർ മോൾ ഗലാട്ടയിക്കല, അതേപോലെ മാപ്പില്ല വിഷയത്തിൽ ഒരു ബേജാറാവിടെ എനിക്കത്ര അവസ്ഥ പറയല. ഈ സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് മെൻസസ് ആയെങ്കിൽ എന്താക്കൂ ദിക്റും ചൊല്ലി എനിക്കത്ത ഒരു നീയത്തിലുള്ള ഓത വലിയ കാവലായിട്ട് ഇങ്ങനെ കിട്ടിയത്. 12ാമത്തത് വെള്ളിയാസിരൻ്റെ ജുമാ നിസ്കാരത്തിൽ പിന്നെ ഒരാൾ ഈ ആയത്ത് ഓതുന്നുണ്ടെങ്കിൽ അയാൾക്ക് ദാരിദ്ര്യം പറല, ഇനി ഒരാളെ മുന്നിൽ പോയിട്ട് മേങ്ങന കണിക്കത്തെ യാചിക്കര കണിക്കത്ത അവസ്ഥ അയാൾക്ക് പറല. 13ാമത്തത് ഫുഡ് തിണ്ടൽ പിന്നെ ഈ ഒരു ജണ്ട് ആയത്ത് ഒരാൾ ഓതുന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡിൽ പണ്ട് കണിക്കത്തെ എന്തെങ്കിലും പോയിസൺ വിഷാംശം അയാളുടെ ശരീരത്തേക്ക് തട്ടൽ, അയാൾക്ക് രോഗപണ്ട് കണിക്കത്ത അവസ്ഥ ഉണ്ടാവല. 13ാമത്തത് കർപ്പുഞ്ചായിട്ടുള്ള കണിക്കത്തെ പെണ്ണുങ്ങ ഈ ആയത്ത് അങ്ങനെ ഗർഭകാലത്ത് ഇങ്ങനെ ഓതുറാണ്ട് കണ്ടെങ്കിൽ ആ ജനിക്കര കണിക്കത്തെ കിടാവുണ്ടല്ലേ നല്ല സ്വാലിഹായ നല്ല ബുദ്ധിയുള്ള കണിക്കത്തെ കിടാവായിട്ട് മാറുണ്ടായിരിക്കട്ടെ. മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടത്. 14ാമത്തത് ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ ഔത്തു ആസ്തി എന്തെല്ലാം ഉണ്ട് ഇതൊക്കെ വലിയ കാവൽ, അത് കട്ടുപോണ കണിക്കത്തെ കള്ളമാർ വന്നിട്ട് കട്ടുപോണ കണിക്കത്തെ അവസ്ഥ, അല്ലെങ്കിൽ ആരെങ്കിലും ചതിച്ചിട്ട് വഞ്ചനായിട്ട് ഞങ്ങളെ സമ്പത്ത് നഷ്ടപ്പെട്ട് കണിക്കത്തൊരു അവസ്ഥ, ഇങ്ങനത്തെ ഒന്നും പറയില്ല. ഞങ്ങളെ സമ്പത്ത് വലിയ കാവലായിട്ടിക്കടെ. 15ാമത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഹൈറിങ്ങ പറകും ഈ ഒരു ജണ്ട് ആയത്ത് കാരണമാവുണ്ടായിരിക്കട്ടെ. 16ാമത്തത് ഇത് എല്ലാ നാളും ഓതിര ആൾമാർ ദീർഘായുസ് കിട്ടുന്നുണ്ടായിട്ട് പഠിച്ചോണോ നല്ല ആയുസ്. ഒരാൾ ചരിത്രത്തിൽ കാണുന്ന ഒരാൾ പൂണേൽ വയസ്സിക്കുമ്പോഴത്തേക്കോ ഇങ്ങനെ ഓതിട്ട് അയാൾക്ക് പഠിച്ചു 120 വർഷക്കാലത്തോളം ആയുസ് ഇട്ടു. ലാസ്റ്റ് അയാൾക്ക് ഓതുകാവാത്ത എനിക്കെത്തൊരു അവസ്ഥയ്ക്ക് എത്തുമ്പോൾ അയാളെ റൂഹ് അള്ളാഹു പിടിച്ചാണല്ലോ മഹാന്മാരെങ്കിലെ കിതാബിൽ എഴുതിയത് കാണാം. കാരണം അത്ര പവറായിട്ടിക്കടെ ഈ ഒരു ജണ്ട് ആയത്തുകൾ ഇങ്ങനെ ചൊന്നു തീർക്കുകാവാത്ത എനിക്കത്തെ പവറുള്ള എനിക്കത്തെ ഒരു ആയത്തായിട്ടിക്കടെ. എൻ്റെ എല്ലാ പിറുസത്തെ ചങ്ങായിമാരൊട്ടിയെ എന്നൊക്കെ ചൊല്ലുകൊള്ളത് നിങ്ങൾ ലൈഫിൽ ഈ ഒരു ജണ്ട് ആയത്ത് സുബഹി നിസ്കാരത്തിൽ പിന്നെയും മഗ്രിബ് നിസ്കാരത്തിൽ പിന്നെ ഒരു 7 വട്ടം അത് സാധ്യമാവില്ലാണ്ട് കണ്ടെങ്കിൽ ഒരു 3 വട്ടെങ്കിൽ ലൈഫിൽ എല്ലാ നാളും ഈ ആയത്ത് ഓതണം. അതേ സമയത്ത് ശുദ്ധിയുള്ള സമയത്ത് പെണ്ണുങ്ങ ശുദ്ധിയുള്ള സമയത്തിൽ ഓതിങ്ങ മയ്യാവും. അതേപോലെ ഇനിയും സാധ്യമാവണമെങ്കിൽ ഓരോ നിസ്കാരത്തിൽ പിന്നെയും ഈ ഒരു ആയത്ത് എന്താക്കാൻ നിസ്കാരമല്ല കഴിഞ്ഞിട്ട് ദ്വാലായാൽ പിന്നെ ഈ ഒരു ജണ്ട ആയത്ത് ഒരു വട്ടം അല്ലെങ്കിൽ ഒരു 3 വട്ടെങ്കിലും ഇങ്ങനെ ഓതിരാണ് കണ്ടെങ്കിൽ ഞങ്ങൾ ലൈഫിൽ പഠിച്ചുകൊണ്ട് വലിയ ബറക്കത്തായിട്ട് മാത്രം ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തും ഞങ്ങളെ സലാമത്തുക ഇത് വലിയ കാരണമാവുണ്ടായിട്ട് പഠിച്ചുകൊണ്ട് തൗഫീഖ് തരട്ടെ. അതേപോലെ പരിശുദ്ധമായ ആശൂറയുടെ നാള് മുഹറം 10 നാള് എല്ലാ ദിക്ർ ചൊല്ലലോട് കൂടെ ഈ ഒരു ജണ്ട ആയത്ത് ഓതിരാണ് കണ്ടെങ്കിൽ ഒരു 100 വട്ടെങ്കിലും 1000 വട്ടം ഓതണം. അത് സാധ്യമാവില്ലാണ് കണ്ടെങ്കിൽ ഒരു 100 വട്ടെങ്കിലും ഈ ആയത്ത് ഓതാൻ
തട്ടാണ്ടെങ്കിൽ ആ വർഷപൂർത്തി അവനക്ക് വലിയ കാവലായിട്ടിക്കടെ ഒരു സിഹിർ പോലും തട്ടൽ എൻ്റെ വലിയ ബേജാറ് സിഹിറായിട്ടിക്കടെ പല ആൾമാരും നഞ്ച് നരക്കത്തിൽ സിഹിറാക്കിയതെല്ലാം കാണ്ട് അപ്പം അങ്ങനത്തെ ഒരു സിഹിർ അവനക്ക് തട്ടല അതല്ലെങ്കിൽ കണ്ണ് ദൃഷ്ടി അവനക്ക് പോലല്ല അല്ലെങ്കിൽ ബീനോർത്തര നഞ്ച് അത് അവനക്ക് തട്ടല അതേപോലെ കൊതിപൂളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ വേണ്ടാത്ത രൂപത്തിലുള്ള മൗത്ത് അത് വലിയ ദുഃഖമായിട്ടിക്കടെ വേണ്ടാത്ത രൂപത്തിലുള്ള എനിക്കത്തെ മരണമല്ല അത് വലിയ ബേജാറായിട്ടിക്കടെ അപ്പം അങ്ങനത്തെ ഒരു മൗത്ത് അവനക്ക് പറല പഠിച്ചോണ്ട് വലിയ കാവൽ കൊടുക്കുന്നുണ്ടായിട്ടിക്കടെ അപ്പോൾ സാധ്യമാവണമെന്ന് കണ്ടെങ്കിൽ ഒരു 100 വട്ടെങ്കിലും ഈ ഒരു ജണ്ട് ആയത്ത് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ആശൂറയുടെ നാളിൽ നിങ്ങൾ ഓതാ പഠിച്ചോ നിങ്ങൾക്ക് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഒരു ആയത്ത് നിങ്ങൾ ഒട്ടികമേ ഓതി നോക്കുക. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇതിൽ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയായിട്ടിക്കടെ നിങ്ങളിൽ നിന്നിട്ട് ഒരു നബിനെ നിങ്ങൾക്ക് കടത്തിറ എങ്ങനത്തെ നബിയായിട്ടിക്കടെ നിങ്ങളെ എല്ലാ വിഷയത്തിലും വലിയ ആവേശമുള്ള കണിക്കത്തെ നിങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കണോട്ട് വലിയ ആഗ്രഹമുള്ള കണിക്കത്തെ നബിയായിട്ടിക്കടെ മാത്രമല്ല നിങ്ങളിൽ ചുമ ദയ കാട്ട കണിക്കത്തെ കിറുഫ കാട്ട കണിക്കത്തെ കരുണയുള്ള കണിക്കത്തെ നബിരെ നിങ്ങളിൽ നിന്നിട്ടേ നിങ്ങൾ കടത്തിറ ഫൈൻതവല്ലോ നബിയെ നിങ്ങളെ വെറുക്കിട കണിക്കത്തെ ആ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആൾമാരൊട്ടിಗೆ നിങ്ങൾ ചൊല്ലറോ ഹസ്ബി അല്ലാഹ് പഠിച്ചോന്നൊക്കെ മയ്യ അവനല്ലാണ്ട് ഒരു ഇലാഹില്ല അവനല്ലാണ്ട് ഒരു ആരാധ്യനില്ല അവനായിട്ടിക്കടെ മഹോന്നതമായിട്ടുള്ള മഹത്വമായിട്ടുള്ള അർഷിൻ്റെ ഉടമ അവനായിട്ടിക്കടെ അവൻ്റെ നിന്നാണ് തവക്കുലാക്കിടാണ്ട് ഇങ്ങനെ അർത്ഥപണ്ട് കണിക്കത്തെ നല്ലൊരു ജണ്ട് ആയത്തായിട്ടിക്കടെ ഈ ആയത്തും ചൊല്ലത് ലൈഫിൽ എല്ലാ നാളും ഞങ്ങൾ കൊമ്പണ്ടാണ് കണ്ടെങ്കിൽ ഓതറാണ് കണ്ടെങ്കിൽ വലിയ തൗഫീഖായിട്ടിക്കടെ ഈമാൻ സലാമത്താവുക വലിയ കാരണമായിട്ടിക്കടെ അള്ളാഹു തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ആശൂറ നാല് നല്ലോണം ബഹുമാനിക്കുക ഇബാദത്തെടുക്കുക. പ്രത്യേകിച്ചും നമുക്ക് ദ്വാർക്കൊണ്ടുണ്ട് ഈ സമയത്തിൽ നിങ്ങൾ വസീയത്താക്കിക്കൊണ്ടുള്ള അള്ളാഹു തആല ആശൂറയുടെ നാല് ബറക്കത്തിൽ നിങ്ങൾ എല്ലാ ബേജാറും പഠിച്ചോ തീർത്തു തരുമാറാകട്ടെ. ഹലാലായ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അള്ളാഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ എല്ലാത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലാസ്റ്റിക നിങ്ങളെ ഈമാൻ അള്ളാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ. അതേപോലെ എപ്പോഴും നിങ്ങൾ ചൊല്ലതായിട്ടിക്കടെ എല്ലാ തിങ്കളിലും ഞങ്ങളെ ഉംറ പാക്കേജ് ഉള്ളത് വിഷയം നിങ്ങൾക്ക് എല്ലാവരും ഗൊന്തുണ്ടോ. ഞങ്ങളൊരു ഉംറ പാക്കേജ് എങ്ങനെയാണ് ചൊന്നതിന് കണ്ടെങ്കിൽ മക്ക മദീനത്തുള്ള എല്ലാ പ്ലേസും വിളിച്ചു പ്രത്യേകിച്ചും മദീനത്തിൽ 10-30 എക്സ്ട്രാ ജാഗ വിളിച്ചു പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്രം ചെന്നിട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും റാഹത്താവുള്ള ഒരു യാത്രയായിട്ടിക്കടെ പോയില്ല പിന്നെ ഒരു എക്സ്ട്രാ പൈസ ആയിക്കടെ ഇങ്ങനത്തെ യാതൊരു നിങ്ങളെ ബുദ്ധിമുട്ടാക്കടെ ഒരു വിഷയം ഞങ്ങളുടെ ഭാഗത്തിലില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും ബണ്ടാണ് കണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർക്ക് നിങ്ങൾ കോൺടാക്റ്റ് ആവോ പഠിച്ചോ നിങ്ങൾക്ക് ഹജ്ജും ഉംറയും മദീന സിയാറത്താക്കൂ. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.